വയനാട്ടിലേക്ക് കടക്കുന്നു. 69.69% വയനാട്ടിൽ പോളിംഗ് ശതമാനം. കഴിഞ്ഞ തവണ 80 കടന്ന പോളിംഗ് ശതമാനമായിരുന്നു. വയനാട്ടിൽ ഏത് തരത്തിലായിരുന്നു പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നത്? UDF-നെ സംബന്ധിച്ചുള്ള ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലം. പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതുപോലെ ഉയരും, ഭൂരിപക്ഷം ഉയരും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ തന്നെയാണോ UDF? അതോടൊപ്പം തന്നെ മറ്റ് മുന്നണികളുടെയും പ്രതീക്ഷ എങ്ങനെയാണ് ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ? അപർണ, 70% ഉയരുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗിന്റെ അവസാനമായി പുറത്തുവരുന്ന ശതമാന കണക്കുകൾ. രാവിലെ മുതൽ തന്നെ കനത്ത പോളിംഗ് മാനന്തവാടിയിലും കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലും ഉള്ള എല്ലാ പോളിംഗ് കേന്ദ്രങ്ങളിലും കനത്ത പോളിംഗാണ് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടിരുന്നത്. നമുക്കറിയാം 2019 80.37% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയ ലോക്സഭാ മണ്ഡലം കൂടിയാണിത്. ഇത്തവണ അതിനേക്കാൾ വാശിയധികം തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു നടന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗും അത്തരത്തിൽ തന്നെ ആകും എന്നായിരുന്നു വിലയിരുത്തൽ. എന്തായാലും ഈ 6 മണിക്ക് ശേഷവും ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറത്തറയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ അടക്കം വെള്ളമുണ്ടയിലെ 8-4 ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സമാനമായ തരത്തിൽ 6 മണിക്ക് ശേഷവും പോളിംഗ് നടക്കുന്ന സാഹചര്യമുണ്ട്. ടോക്കൺ കൊടുത്താണ് വോട്ടർമാരെ 6 മണി വരെ ക്യൂവിലുണ്ടായിരുന്ന വോട്ടർമാരെ ടോക്കൺ കൊടുത്താണ് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ മറ്റ് ക്രമീകരണങ്ങളൊക്കെ സജ്ജമാണ്. രാവിലെ ചിലയിടങ്ങളിൽ തടസ്സം നേരിട്ടിരുന്നു, വോട്ടിംഗ് യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിൽ തടസ്സം നേരിട്ടിരുന്നു. ഉടൻ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഊർജിതമായ തലത്തിൽ ഈ വോട്ടിംഗ് തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കുകയായിരുന്നു. എന്തായാലും ഇവിടുത്തെ പ്രശ്നബാധിത മേഖലകൾ അറിയാം. മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖലകളുണ്ട്. അവിടങ്ങളെല്ലാം വലിയ തരത്തിൽ സായുധ സംഘത്തിന്റെ അടക്കം സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാണ് വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ആദിവാസി മേഖലകളിലടക്കം വോട്ടർമാരെ മുഴുവൻ ഭൂരിപക്ഷം വോട്ടർമാരെയും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അന്തിമമായ കണക്കുകൾ വരേണ്ടതുണ്ട്. എന്തായാലും ഏതാണ്ട് ഒരു 8 മണി വരെ, ഏറ്റവും കൂടുതൽ 6 മണിക്ക് ശേഷം വോട്ടർമാർ നിൽക്കുന്ന, വോട്ട് ചെയ്യാതെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഏതാണ്ട് 8 മണി വരെ ഒരു പക്ഷേ ഈ വോട്ടിംഗ് നടപടികൾ തുടർന്നേക്കും. അവർക്ക് ടോക്കൺ കൊടുത്തിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്തായാലും ദേശീയ മാധ്യമങ്ങളടക്കം വയനാട്ടിൽ നിന്ന് ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകുമ്പോൾ